പന്തളം കടയ്ക്കാട് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തൊഴിലാളികളുടെ വാസസ്ഥലത്തോടനുബന്ധിച്ച ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലാണ് പരിശോധന നടന്നത്. ഈ കെട്ടിടങ്ങളിലൂടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ സമീപത്തെ നീർച്ചാലിലേക്ക് ഒഴുക്കിവിടുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 3 കെട്ടിട ഉടമകൾക്കെതിരെയും വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുത്തിട്ടുണ്ട്. സുജു ടി ബാബു ചേരുകയാണ് വിവരങ്ങളുമായി. സുജു, എങ്ങനെയാണ് ഈ പരിശോധനയുടെ വിവരങ്ങൾ? ദൃശ്യങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമാണ് പരിശോധനയിലൂടെ പുറത്തുവിടുന്നത്. ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ശുചിമുറിയിലെന്നും അതുപോലെ ചിക്കൻ കഴുകുന്ന ക്ലോസിന് മുകളിൽ വെച്ച എന്നൊക്കെ വിവരങ്ങൾ തന്നെയാണ് ഈ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വിവിധ സംസ്ഥാനക്കാർ നടത്തുന്ന ഹോട്ടലുകളിൽ നിന്നാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഹോട്ടലുകൾ ആരോഗ്യ വകുപ്പ് പൂട്ടുകയും ചെയ്തിരുന്നു. ഹോട്ടലും പരിസരവും വൃത്തിഹീനമെന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഈ ഹോട്ടലുകൾ പൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്ന. കെട്ടിടങ്ങളിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിപ്പിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് കെട്ടിട ഉടമയ്ക്ക് ഈ നഗരസഭയിൽ നിന്ന് സ്റ്റോപ്പ് നമ്പർ നേരത്തെ മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു നിർമ്മാണമെല്ലാം പൂർത്തിയാക്കിയതും. എന്തായാലും നഗരസഭാ വിഭാഗം 3 കെട്ടിട ഉടമകൾക്കുമെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ നടപടിയായി മുമ്പോട്ട് പോവുകയാണ്. തൊഴിലാളികളുടെ വാസസ്ഥലത്തോടനുബന്ധിച്ച് നടത്തിയ ലൈസൻസ് ഇല്ലാത്ത പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലാണ് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടത്. ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത് ശുചിമുറികൾ ആണെന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. അക്ഷയ്, ശരി. പന്തളത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തൊഴിലാളികളുടെ വാസസ്ഥലത്തോട് ചേർന്നുള്ള ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലാണ് പരിശോധന. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.